ബംഗ്ലാദേശിൽ എണ്ണക്ഷാമം രൂക്ഷമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ബംഗ്ലാദേശിൽ പാചകത്തിന് പോലും ഇപ്പോൾ എണ്ണ ലഭിക്കാനില്ല. എഡിബിൾ ഓയിലിന്റെ വലിയ ക്ഷാമം പ്രതിസന്ധി ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും അമേരിക്ക ഫണ്ട് നിർത്തിയതോടുകൂടിയാണ് ബംഗ്ലാദേശിന് ഈ ക്ഷാമം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഗ്രോസറി സ്റ്റോറുകൾ അഥവാ പലചരക്ക് വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും തന്നെ എണ്ണ ലഭിക്കാനില്ല. അതിൻ്റെ വലിയ ക്ഷാമം അവിടെ നേരിടുന്നു ജനങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മുഹമ്മദ് യൂനിസ് സർക്കാരിനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ ഉഴലുകയാണ് ബംഗ്ലാദേശ് സർക്കാർ. വലിയ വിലയും, അതായത് ഹ്യൂജ് പ്രൈസ് ഹൈക്ക്, അതായത് ഉള്ള എണ്ണയ്ക്ക് വലിയ വില, ലോകത്തെവിടെയും ഇല്ലാത്ത വില കൊടുത്ത് ബംഗ്ലാദേശികൾ വാങ്ങേണ്ട ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഷോർട്ടേജ് എണ്ണയ്ക്ക് വന്നതുകൊണ്ട് അവിടെയുള്ള വ്യാപാരികൾ ഇത് വലിയൊരു ചൂഷണ മാർഗമായിട്ട് കണ്ട് അവിടെയുള്ള ജനങ്ങളെ ചൂഷണം ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി, മാസീവ് ക്രൈസിസ് ആണ് ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പിടിച്ച് ബംഗ്ലാദേശിന്റെ എക്കണോമി, അതായത് സാമ്പത്തിക വ്യവസ്ഥ തന്നെ കൊളാപ്സ് ആവുന്ന ഒരു കാഴ്ചയും തകരുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്രോസറി സ്റ്റോർസിൽ എണ്ണയില്ല, ബോട്ടിൽഡ് ഓയിലില്ല, ബ്രാൻഡഡ് ഓയിലുകളില്ല, ഒന്നും തന്നെ ഇല്ല. നോൺ ബ്രാൻഡഡ് ഓയിലുകളില്ല, സോയാബീൻ ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകളൊക്കെയാണ് ബംഗ്ലാദേശ് പ്രധാനമായി ഉപയോഗിക്കുന്നത്. അത് കിട്ടാനേ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഡൊണാൾഡ് ട്രംപ് ബംഗ്ലാദേശിന് ഫണ്ട് കൊടുക്കുന്നത് നിർത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി. നേരത്തെ ഇൻഫ്രാസ്ട്രക്ചർ പരമായിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഫണ്ട് നിന്നതോടുകൂടി, അമേരിക്കയുടെ ഫണ്ട് നിന്നതോടുകൂടി പാലങ്ങൾ, റോഡുകൾ അങ്ങനെയുള്ളവയുടെ പണി പൂർണ്ണമായും നിലച്ചിരുന്നു. എഞ്ചിനീയർമാർക്ക് പൈസ കൊടുക്കാൻ സൗകര്യമില്ല. അങ്ങനെ അവർ ജോലി വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം മരുന്നുകൾ, അവശ്യ സാധനങ്ങൾ ലഭിക്കാറില്ല, അവശ്യ മരുന്നുകൾ ലഭിക്കാനില്ല. ഡോക്ടർമാരുടെ പണി തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡോക്ടർമാർ ജോലി നിർത്തുന്ന ക്ലിനിക്കുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഭക്ഷണം കഴിക്കാൻ പോലും വകയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശ് മാറിയിരിക്കുന്നു. അതിനിടയിൽ ബംഗ്ലാദേശിന് ഇന്ത്യയുമായി വസ്ത്രവ്യാപാരം പുനഃസ്ഥാപിക്കാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞ് അവർ നമുക്ക് ഒരു ഓല ഇങ്ങോട്ട് അയച്ചിരുന്നു. എന്തായാലും ഇന്ത്യ അത് അംഗീകരിച്ചു. ഇപ്പോൾ ഡൽഹിയിൽ ബംഗ്ലാദേശിന് ഒരു എക്സിബിഷനിൽ പങ്കെടുക്കാനുള്ള, അവിടെയുള്ള വ്യാപാരികൾക്ക്, വ്യവസായികൾക്ക് പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു എന്നും നമ്മൾ തന്നെ ചെയ്ത വാർത്തയിലുണ്ട്. എന്തായാലും ബംഗ്ലാദേശ് ഇനി ഭക്ഷണം കഴിക്കാനില്ലാതെ, ഭക്ഷണം പാചകം ചെയ്യാനില്ലാത്ത രീതിയിലേക്കുള്ള വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ന്യൂസ് ഇന്ത്യ മലയാളം.